ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോളേ എൻ്റെ അപ്പൂസിന് എക്സാം തുടങ്ങുവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അവനൊരു എക്സാമൊക്കെ എഴുതാൻ പോണത്. ചോദ്യപരീക്ഷയാണ്, എന്നാലും ഒരു റൈറ്റിംഗ് പാടൊക്കെ എടുത്ത് വെച്ചേക്കാൻ മിസ്സ് പറഞ്ഞായിരുന്നു. അങ്ങനെ അവൻ ആദ്യമായിട്ടൊരു റൈറ്റിംഗ് പാടൊക്കെ വാങ്ങി. അപ്പം ആദ്യത്തെ ഒരു എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആദ്യത്തെ ഒരു സംഭവമല്ലേ. അപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയുപോലും ഇല്ല എക്സാം എന്ന് പറയുന്ന സംഭവങ്ങൾ എന്താണെന്ന്. അപ്പോൾ അപ്പം പെൻസിലും ഒക്കെ ആണെങ്കിൽ ഒക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി വരച്ച് അതിൻ്റെ മുനയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ എറേസറും റൈറ്റിംഗ് പാഡിലും ഒക്കെ പേരൊക്കെ എഴുതി അവനിത് ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെയൊക്കെയാണ് ഞാൻ വെള്ളം കുടിക്കണത്. ശരിക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കണത് നല്ലതാണ്. ഞാൻ പക്ഷേ അങ്ങനെ നോർമലി വെള്ളം കുടിക്കൽ കുറവാണ്. അപ്പോൾ രാവിലെ ടാബ്ലറ്റ് കഴിക്കേണ്ടത് കൊണ്ട് അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാറുണ്ട് രാവിലെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് വേണം കഴിക്കാൻ എന്ന് പറയണേ. ചില ഡോക്ടേഴ്സ് പറയും 1 മണിക്കൂർ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ 2 മണിക്കൂർ കീപ്പ് ചെയ്യും, ചില സമയത്ത് 1 മണിക്കൂർ ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. ശരിക്കും നമ്മൾ ഈ തൈറോയിഡൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ, ശരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, കറക്റ്റായിട്ട് മെഡിസിനൊക്കെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ രാവിലെ എണീറ്റിട്ട് ഇന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ കേട്ടോ. പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. ഞാൻ സാധാരണ മിക്കപ്പോഴും തലേന്ന് രാത്രിയിൽ റൈസ് കുക്കറിലാക്കി വെക്കാറുണ്ട് അരി തിളപ്പിച്ചിട്ട്. പക്ഷേ അന്ന് ഞാൻ മറന്നുപോയിട്ട്, വ്യാഴാഴ്ച മറന്നുപോയേ. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇന്നിപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കുക്കറിലാണ് ഞാൻ അന്ന് ചോറ് വെച്ചത്. അങ്ങനത്തെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ അപ്പൂസിന് വേണ്ടിയിട്ട് പിന്നെ സവാളയും പച്ചമുളകൊക്കെ ഇടാണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് മാത്രം അവന് വേറെ ഒരു ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അന്ന് ചേച്ചിപ്പണ്ണിന് ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. അതുകൊണ്ട് അബിയാണ് അവന് ബാഗിലേക്ക് വെള്ളവും ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് അഭിമോളും കൂടെ പോയി കേട്ടോ അപ്പൂസിനെ കൊണ്ടാക്കാനായിട്ട്. ചേട്ടായി അന്ന് അവധിയാണ്, അതൊരു കാര്യം കേട്ടോ. അവനാണെങ്കിൽ 2 ദിവസം അവധി കിട്ടിയത് കൊണ്ട് അപ്പോൾ അവൻ പിറ്റേ ദിവസം പറയും സ്കൂളിൽ പോകണമെങ്കിലും അവൻ പറയും എനിക്ക് അവധിയാണ്, അതുകൊണ്ട് സ്കൂളിൽ പോകണ്ട എന്നും പറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അന്ന് രാജ്യം എണീറ്റപ്പോഴും എനിക്ക് അവധിയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ അപ്പ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് മുളക് ചൂടാക്കാണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഇല്ലാത്ത കാരണം ഞാൻ അതൊക്കെ ഒന്ന് ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. ചെറിയ തീയിലിട്ട് ചൂടാക്കി എടുത്തേ. എന്നിട്ടത് ഡബയിലാക്കി വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് മസാല 2 കൂട്ട് വാങ്ങിയായിരുന്നു. അപ്പം ഞാൻ മസാലക്കൂട്ട് ഇങ്ങനെ മസാലക്കൂട്ട് വാങ്ങിയിട്ടാണ് ഞാൻ മസാല പൊടിക്കാറ്. പിന്നെ അതിലേക്ക് 2 മുളക് കൂടെ ഇടും കേട്ടോ, ഉണക്കമുളകും കൂടെ ഇടുവേ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇരുന്നത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറുകപ്പട്ടയൊക്കെ ആണെങ്കിൽ ചിലത് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കട്ടിയൊക്കെ ചിലപ്പോൾ ഇട്ട് ഞാൻ മിക്സിയിട്ട് അടിക്കുമ്പോൾ ചിലപ്പം ജാമായി പോവേ. അതുകൊണ്ട് ഞാൻ നല്ല കട്ടിയുള്ളത് എടുത്തില്ല, ചെറിയ കനത്തിലുള്ളതൊക്കെ എടുത്തിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒക്കെ ഒന്ന് പൊടിക്കാനും ഒക്കെ എളുപ്പത്തിന് ഒക്കെ ഒന്ന് ഒടിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് തണുക്കാൻ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ചിക്കൻ കറി വെക്കാൻ ഇരിപ്പുണ്ട്, കുറച്ച് വറുത്തും. കറി വയ്ക്കാനുള്ള ചിക്കനും ഫ്രൈ ചെയ്തു. അങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ 2 കിഴങ്ങും ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കിഴങ്ങട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ് അതിന്. അങ്ങനെ ചിക്കൻ കറി അടപ്പേന്ന് വേവുന്നുണ്ട്. ചിക്കൻ കറി അവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ പോയി കുറച്ച് പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള അരിയും ഉഴുന്നൊക്കെ കഴുകി വെള്ളത്തിലിട്ട് കേട്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല വെയിലുണ്ടേ. അപ്പോൾ കുറേ തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ ആ കാറിൻ്റെ ഭാഗത്ത് നല്ല വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും കൊണ്ട് കുറച്ച് തുണികൾ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അഭിമോള് റെഡിയായിട്ട് വന്നു. അപ്പോഴേക്കും ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ട് അഭിമോൾക്ക് ചോറ് കൊടുത്ത് കഴിക്കാനായിട്ട്. അങ്ങനത്തെ അഭിമോള് ചോറൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ ഇപ്പം റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അഭിമോള് ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിന് പോണത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്ന എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിന് പോണത്. അങ്ങനെ ചേട്ടായി ബസ് സ്റ്റോപ്പ്, സ്കൂൾ ബസ് വരുന്ന സ്റ്റോപ്പ് വരെ അഭിമോളെ കൊണ്ടാക്കാൻ പോയി. പിന്നെ മസാലപ്പൊടി ഞാൻ തണുക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ പൊടിക്കാനുള്ള ജാറുകളിലൊക്കെ ഞാൻ ഒന്ന് വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ അപ്പൂസ് സ്കൂൾ കഴിഞ്ഞ് വന്നു. അപ്പോൾ അപ്പൂസിൻ്റെ എക്സാം കഴിഞ്ഞു ആദ്യത്തെ.
വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റാർ കിട്ടിയിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അത് റൈറ്റിംഗ് ബോർഡ് അവിടെ വാങ്ങിച്ചു വെക്കുന്നു മിസ്സ് പറഞ്ഞിരുന്നു. പക്ഷേ റൈറ്റിംഗ് ബോർഡ് എടുത്ത് വെച്ചില്ല. അപ്പോൾ എന്നെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. റൈറ്റിംഗ് ബോർഡ് അതിനകത്ത് തന്നെ ഉണ്ടെന്ന് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കാണിക്കൂട്ടോ വന്നു കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ദേ ഞാൻ പാത്രങ്ങളൊക്കെ കഴിയതൊക്കെ ഒന്ന് പറക്കി എടുത്ത് വെച്ചു. പിന്നെ ദേ നമ്മുടെ മസാലയൊക്കെ എല്ലാം ഒന്ന് പൊടിച്ചു. എന്നിട്ട് അതും കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ഇത് വൈകിട്ട് പിന്നെ ചായയൊക്കെ ഇട്ടു. പിന്നെ അഭിമോള് ട്യൂഷൻ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.